കൂട്ടക്കുരുതിയിൽ ആദ്യ കുറ്റപത്രം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. അഫ്വാന്റെ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. സാമ്പത്തിക ബാധ്യത മൂലമുണ്ടായ വൈരാഗ്യത്തെ തുടർന്ന് നടത്തിയ കൊലപാതകമാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 24 ബ്രേക്കിംഗ്. കുതിച്ചുയർന്ന കടവും കടക്കാർ പണം തിരിച്ചു ചോദിച്ചതിലെ ദേഷ്യവുമാണ് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണമായി പോലീസ് കണ്ടെത്തിയത്. 48 ലക്ഷം രൂപയാണ് അഫാനും കുടുംബത്തിനും ഉണ്ടായിരുന്ന ആകെ കടം. ബന്ധുക്കളടക്കം 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപ കടം വാങ്ങി. കൂടാതെ 17 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ, 3 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ, 1.5 ലക്ഷം ബൈക്ക് ലോൺ, 10 ലക്ഷം രൂപയുടെ പണയം എന്നിങ്ങനെയായിരുന്നു കടം. കടം വീട്ടാൻ സഹായിക്കാത്തതും അമ്മയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതാവിന്റെ അമ്മ സൽമാ ബീവിയെ പാങ്ങോട്ടെ വീട്ടിലെത്തി കൊലപ്പെടുത്താൻ കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 450 പേജുള്ള കുറ്റപത്രത്തിൽ 120 സാക്ഷികളെയും 40 തൊണ്ടിമുതലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിതൃ സഹോദരൻ ലത്തീഫ, ഭാര്യ ഷാഹിദ എന്നിവരുടെ ജീവനെടുത്തതും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ അതേ വൈരാഗ്യ കാരണത്താൽ. കാമുകി ഫർസാനയെ കൊന്നത് താൻ മരിച്ചാൽ ഫർസാന ഒറ്റപ്പെടുമെന്ന സ്നേഹം കൊണ്ടല്ല, പണയം വെച്ച് 4.5 പവൻ സ്വർണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടതിലെ ദേഷ്യമാണ് കാരണം. കൂട്ടാത്മഹത്യയുടെ ഭാഗമായാണ് സഹോദരനെ കൊന്നതും അമ്മയെ ആക്രമിച്ചതെന്നും പോലീസ് ഉറപ്പിക്കുന്നു. മറ്റ് കൊലപാതക കേസുകളിലെ കുറ്റപത്രം വെഞ്ഞാറമൂട് പോലീസ് ഉടൻ നൽകും. അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി 89-ാം ദിവസമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. അഫാന്റെ ക്രൂരതയ്ക്കിരയായ അമ്മ ഷെമി കേസിൽ മുഖ്യ സാക്ഷിയാകും. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.